പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 9 ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം. ചിത്രം 1-ൽ ചില സാമൂഹിക സ്ഥാപനങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ചിത്രം 2-ൽ നിങ്ങൾ എന്താണ് കാണുന്നത്? നാം ജീവിക്കുന്ന സമൂഹത്തെ നമ്മുടെ ശരീരവ്യവസ്ഥയുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാലോ? നമ്മുടെ ശരീരം സങ്കീർണമായ ഒരു യന്ത്രത്തെ പോലെയാണ്. അത് നമ്മെ ജൈവികമായി നിലനിർത്താൻ എപ്പോഴും എണ്ണമറ്റ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ജീവികളിലും അവയുടെ ശാരീരിക സവിശേഷതകൾക്കനുസരിച്ച് സ്ഥിരമായി ക്രമപ്പെടുത്തിയ ഒരു ജൈവിക ഘടനയുണ്ട്, അതായത് ഓർഗാനിക് സ്ട്രക്ചർ. ഈ ജൈവിക ഘടനയിലെ ഓരോ അവയവങ്ങൾക്കും അതിൻ്റേതായ ധർമ്മങ്ങളുമുണ്ട്. ഈ ധർമ്മങ്ങൾക്കനുസരിച്ച് ശരീരഭാഗങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ജൈവിക ഘടനയിലെ വ്യത്യസ്ത ഭാഗങ്ങൾ തമ്മിലുള്ള പാരസ്പര്യമനുസരിച്ച് ആ ഘടന സജീവമാകുന്നു. ഈ തലമാണ് ജൈവിക വ്യവസ്ഥ അഥവാ ഓർഗാനിക് സിസ്റ്റം. വിവിധ ഭാഗങ്ങളുടെ ചിട്ടയായ ക്രമീകരണമാണ് വ്യവസ്ഥ, സിസ്റ്റം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രക്തചംക്രമണ വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ തുടങ്ങിയ ഓരോ ശരീരവ്യവസ്ഥയും പരസ്പര ബന്ധിതമായി ഒരുമിച്ച് പ്രവർത്തിക്കുകയും ശാരീരിക പ്രവർത്തനങ്ങൾ സന്തുലിതമാവുകയും നിലനിർത്തുകയും ചെയ്യുന്നു. ഈ രീതിയിൽ സമൂഹത്തിൽ വ്യത്യസ്ത സാമൂഹിക സ്ഥാപനങ്ങളും ഘടകങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് സമൂഹത്തിൻ്റെ സ്ഥിരതയും വളർച്ചയും ക്രമവും നിലനിർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സമൂഹത്തിന് സ്ഥിരതയും വളർച്ചയും ക്രമവും നിലനിർത്താൻ സമൂഹത്തിലെ വിവിധ ഘടകങ്ങൾ ഏകോപിച്ച് പ്രവർത്തിക്കുന്നു. അതായത് സമൂഹത്തിലെ വിവിധ പാർട്സ് തമ്മിൽ ഏകോപിച്ച് പ്രവർത്തിക്കുന്നു. എന്നാലേ സമൂഹത്തിൽ സ്ഥിരതയും വളർച്ചയും ക്രമവും നിലനിർത്താൻ സാധിക്കത്തുള്ളൂ. വിദ്യാഭ്യാസം, ഗതാഗതം, ആശയവിനിമയം, മാധ്യമം, നിയമം, നീതിന്യായ വ്യവസ്ഥ, ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ, മത സാംസ്കാരിക സ്ഥാപനങ്ങൾ, സർക്കാർ തുടങ്ങിയ സമൂഹത്തിൻ്റെ ഓരോ ഘടകങ്ങളും പരസ്പരാശ്രയത്തോടെയും യോജിച്ചും പ്രവർത്തിക്കുമ്പോഴാണ് ഒരു സാമൂഹിക വ്യവസ്ഥ രൂപപ്പെടുന്നത്. എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, ഗതാഗതം, ആശയവിനിമയം, മാധ്യമങ്ങൾ, നിയമം, നീതിന്യായ വ്യവസ്ഥ, ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ, മത സാംസ്കാരിക സ്ഥാപനങ്ങൾ, സർക്കാർ തുടങ്ങിയവ സമൂഹത്തിലെ ഓരോ ഘടകങ്ങളും പരസ്പരാശ്രയത്തോടെയും യോജിച്ചും പ്രവർത്തിക്കുമ്പോഴാണ് ഒരു സാമൂഹിക വ്യവസ്ഥ രൂപപ്പെടുന്നത്, അഥവാ സോഷ്യൽ സിസ്റ്റം ഫോം ആവുന്നത്. സമൂഹത്തെ ഒരു ജീവവ്യവസ്ഥയുമായി താരതമ്യം ചെയ്ത സമൂഹശാസ്ത്രജ്ഞനാണ് ഹെർബർട്ട് സ്പെൻസർ. സമൂഹത്തെ ഒരു ജീവവ്യവസ്ഥയുമായി താരതമ്യം ചെയ്ത സമൂഹശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ഹെർബർട്ട് സ്പെൻസർ. മനുഷ്യ ശരീര വ്യവസ്ഥയും സാമൂഹിക വ്യവസ്ഥയും തമ്മിലുള്ള സാമ്യം അവതരിപ്പിച്ചുകൊണ്ട് സമൂഹം ഒരു സാമൂഹിക ജീവിയാണ് എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. സമൂഹം ഒരു സാമൂഹ്യ ജീവിയാണ് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് ഹെർബർട്ട് സ്പെൻസർ ആണ്. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ പരസ്പര ബന്ധിതവും പൂരകവുമായി പ്രവർത്തിക്കുന്നു. അതുപോലെ സമൂഹത്തിൻ്റെ വിവിധ ഘടകങ്ങളായ കുടുംബം, വിദ്യാഭ്യാസം, സാമ്പത്തികം, മതം, സർക്കാർ തുടങ്ങിയ സാമൂഹിക സ്ഥാപനങ്ങളെല്ലാം സമൂഹത്തിൻ്റെ സ്ഥിരതയും വളർച്ചയും ക്രമവും നിലനിർത്താൻ എങ്ങനെ പരസ്പര പൂരകമായി പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കാൻ ഹെർബർട്ട് സ്പെൻസറിൻ്റെ സങ്കല്പനം നമ്മെ സഹായിക്കുന്നു. സാമൂഹിക നിലനിൽപ്പിനായി പരസ്പര പൂരിതമായി പ്രവർത്തിക്കുന്ന വിവിധ സാമൂഹിക സ്ഥാപനങ്ങൾ ചേർന്നതാണ് സമൂഹം എന്ന് പറയുന്നത്. സാമൂഹിക നിലനിൽപ്പിനായി പരസ്പര പൂരിതമായി പ്രവർത്തിക്കുന്ന വിവിധ സാമൂഹിക സ്ഥാപനങ്ങൾ ചേർന്നതാണ് സമൂഹം അഥവാ സൊസൈറ്റി. സമൂഹത്തിലെ വ്യക്തികളുടെയും സംഘടനകളുടെയും പെരുമാറ്റത്തെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് സാമൂഹിക സ്ഥാപനങ്ങളാണ്. വിവിധ സാമൂഹിക സ്ഥാപനങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് സമൂഹത്തിൻ്റെ ബന്ധങ്ങൾക്കും ഇടപെടലുകൾക്കും ക്രമമുണ്ടാക്കുന്ന വ്യവസ്ഥയാണ് സാമൂഹിക വ്യവസ്ഥ. വിവിധ സാമൂഹിക സ്ഥാപനങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് സമൂഹത്തിലെ ബന്ധങ്ങൾക്കും ഇടപെടലുകൾക്കും ക്രമമുണ്ടാക്കുന്ന വ്യവസ്ഥയാണ് സാമൂഹിക വ്യവസ്ഥ. സാമൂഹിക പാരസ്പര്യങ്ങളുടെ ചിട്ടയായ ക്രമീകരണമായി സാമൂഹിക വ്യവസ്ഥയെ കാണാനാവുന്നു. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥ. ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്താണ്? വൈവിധ്യങ്ങളുടെ നാടാണ് നമ്മുടെ രാജ്യം. വ്യത്യസ്ത സമൂഹങ്ങളും സംസ്കാരങ്ങളും ചേർന്നതാണ് ഇന്ത്യൻ സമൂഹം രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ സമൂഹശാസ്ത്രത്തിൻ്റെ തുടക്കക്കാരിൽ പ്രധാനിയാണ് ജി.എസ്. ഖുര്യെ. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വീക്ഷണം വായിക്കൂ.
ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥ അടയാളപ്പെടുത്തിയിരിക്കുന്നത് വൈവിധ്യത്തിൻ്റെയും തുടർച്ചയുടെയും സവിശേഷ സമ്മിശ്രത്താലാണ്. അതിൻ്റെ കേന്ദ്ര സവിശേഷതയാണ് ജാതി വ്യവസ്ഥ. ഇന്ത്യയുടെ സാമൂഹിക വ്യവസ്ഥ പ്രാദേശികവും ഭാഷാപരവും മതപരവുമായ ബഹുസ്വരതയാൽ സമ്പന്നമാണ്. ഇത് ഇന്ത്യൻ സമൂഹത്തെ നിർവചിക്കുന്ന സാംസ്കാരിക സവിശേഷതയാണ്. ജി.എസ്. ഗുരയുടെ കാസിൽ ആൻഡ് റൈസ് ഇൻ ഇന്ത്യ ഇതിൽ പറയുന്ന വാക്കുകളാണ്. ചരിത്രപരവും സാംസ്കാരികവും മതപരവുമായ സ്വാധീനത്താൽ രൂപപ്പെട്ട സങ്കീർണമായ ഒരു ഘടനയാണ് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയ്ക്കുള്ളത്. വിവിധ ജാതികളും മതങ്ങളും ഭാഷകളും ഗോത്രങ്ങളും സംസ്കാരങ്ങളുമെല്ലാം പിന്തുടരുന്ന ജനങ്ങൾ അധിവസിക്കുന്ന വൈവിധ്യങ്ങളുടെ നാടാണ് നമ്മുടെ ഇന്ത്യ. ഈ വൈവിധ്യം സവിശേഷമായ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി സാമൂഹികമായി പരിണമിച്ച് രൂപപ്പെട്ടതാണ് ഇന്ത്യയുടെ സാമൂഹിക വ്യവസ്ഥ. അത് രാജ്യത്തിൻ്റെ ചരിത്രം, മൂല്യങ്ങൾ, പാരമ്പര്യങ്ങൾ എന്നിങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ ചില സവിശേഷതകൾ നമുക്ക് പരിശോധിക്കാം. എന്തെല്ലാമാണ്? മതം, ഭാഷ, ഗോത്ര, ഗ്രാമ, നഗര സമൂഹങ്ങൾ, ജാതി വ്യവസ്ഥ. ജാതി വ്യവസ്ഥ എന്താണ്? ഇന്ത്യൻ സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും സവിശേഷമായ സ്ഥാപനമാണ് ജാതി. ഇത് കേവലം സാമൂഹിക ശ്രേണീകരണ സംവിധാനം മാത്രമല്ല, മറിച്ച് മതപരവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങളിൽ ആഴത്തിൽ ഉൾച്ചേർന്ന ജീവിത രീതിയാണ്. എം.എൻ. ശ്രീനിവാസ്, കാസിൽ ഇൻ മോഡേൺ ഇന്ത്യ ആൻഡ് അതർ എസ്സേയ്സ് ഇതിനകത്ത് പറയുന്നതാണ്. എം.എൻ. ശ്രീനിവാസിൻ്റെ വാക്കുകളാണ്. ഇന്ത്യൻ സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും സവിശേഷമായ സ്ഥാപനം ഏതാണ്? ജാതി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കേവലം സാമൂഹിക ശ്രേണീകരണ സംവിധാനം മാത്രമല്ല, മറിച്ച് മതപരവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങളിൽ ആഴത്തിൽ ഉൾച്ചേർന്ന ജീവിത രീതിയുമാണ്. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകുന്ന നിരവധി പഠനങ്ങൾ നടത്തിയ ഇന്ത്യൻ സമൂഹശാസ്ത്രജ്ഞനാണ് എം.എൻ. ശ്രീനിവാസ്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ തനത് പ്രത്യേകതയായ ജാതി വ്യവസ്ഥയിൽ ജനങ്ങളെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ തട്ടുകളായി തിരിച്ചിരിക്കുന്നു. ഹിന്ദുമതവുമായി ആഴത്തിൽ ഇഴചേർന്നതാണ് ജാതി വ്യവസ്ഥ. ജനനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയുടെ ജാതി നിശ്ചയിക്കപ്പെടുന്നത്. അതായത് ഒരു ജാതിയിൽ ജനിച്ച വ്യക്തിക്ക് മറ്റൊരു ജാതിയിലേക്ക് മാറാൻ സാധിക്കില്ല. ഇന്ത്യയിൽ ധാരാളം ജാതികളും ഉപജാതികളും നിലനിൽക്കുന്നുണ്ട്. ഒരു ഗ്രാമത്തിൻ്റെ കഥ നോക്കാം. ജാതി വ്യവസ്ഥ നിലനിർത്തിയുള്ള ജീവിതമായിരുന്നു ബാലു താമസിച്ചിരുന്ന ഗ്രാമത്തിൽ. അവിടെ വർണ്ണങ്ങളുടെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിവിധ തട്ടുകളായി തിരിച്ചിരുന്നു. ബ്രാഹ്മണർ, പുരോഹിതന്മാരും, ക്ഷത്രിയ യോദ്ധാക്കളും, വൈശ്യർ, വ്യാപാരികളും, ശൂദ്രർ ഉയർന്ന വിഭാഗങ്ങളെ സേവിക്കുന്നവരുമായി പരിഗണിക്കപ്പെട്ടു. ഈ 4 വിഭാഗങ്ങൾക്കും പുറമേയുള്ളവർ പഞ്ചമർ, പുറംജാതിക്കാർ എന്നിങ്ങനെ അറിയപ്പെട്ടു. തീർത്തും അരികുവൽക്കരിക്കപ്പെട്ട ഈ വിഭാഗം ഗ്രാമത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിച്ചിരുന്നു. ജാതി വ്യവസ്ഥ കർശനമായി നിലനിന്നിരുന്ന ആ ഗ്രാമത്തിൽ ഓരോ ജാതിക്കാർക്കും പാരമ്പര്യ തൊഴിലുകൾ ഉണ്ടായിരുന്നു. മറ്റു തൊഴിലുകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വ്യക്തികൾക്ക് അനുവദിച്ചിരുന്നില്ല. അതിനാൽ ഗ്രാമത്തിൻ്റെ ശൂദ്രജാതിയിൽപ്പെട്ട ബാലുവിന് അക്കാലത്ത് ഒരു വ്യാപാരിയാകാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് വയലിൽ പണിയെടുക്കേണ്ടി വന്നു. കർശനമായ ജാതി നിയമങ്ങൾ അവിടെ നിലനിന്നിരുന്നു. ഓരോ ജാതിക്കും തലമുറകളാൽ കൈമാറ്റം ചെയ്യപ്പെട്ട പ്രത്യേകമായുള്ള ആചാരരീതികളും നിശ്ചയിക്കപ്പെട്ടിരുന്നു. ഒരു വ്യക്തിക്ക് തൻ്റെ ജാതിയിൽ നിന്ന് മാത്രമേ വിവാഹം ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഇവ പാരമ്പര്യങ്ങളെ നിലനിർത്തി സമൂഹത്തിൻ്റെ ഓരോ ജാതി വിഭാഗങ്ങളെയും പരസ്പരം അകറ്റി നിർത്തുകയായിരുന്നു. അവിടെ അസമത്വങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ജാതി ശ്രേണിയിൽ ഏറ്റവും താഴെത്തട്ടിലായി പരിഗണിക്കപ്പെട്ടവർക്ക് ഗ്രാമത്തിലെ പൊതുവഴി ഉപയോഗിക്കാനോ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനോ അനുവാദമുണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെയും സാമൂഹിക ചലനാത്മകതയുടെയും പശ്ചാത്തലത്തിൽ സമത്വത്തിനായി നിരവധി പോരാട്ടങ്ങൾ ആരംഭിക്കുകയും ജാതി നിയമങ്ങളിൽ അയവുണ്ടാവുകയും ചെയ്തു. കാലക്രമേണ ഗ്രാമവാസികൾക്കെല്ലാം തുല്യ നീതിയും പദവിയും ഉറപ്പുവരുത്തുന്ന ഒരു സമൂഹമായി ആ ഗ്രാമം മാറി. ഇന്ത്യയിൽ നിലനിന്ന ജാതി വ്യവസ്ഥയുടെ പ്രധാന സവിശേഷതകൾ എന്താണ്? സാമൂഹിക ശ്രേണീകരണം, സോഷ്യൽ ഹയറാർക്കി. ജാതിയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലെ അംഗങ്ങളെ പല തട്ടുകളായി സ്ഥാനപ്പെടുത്തിയിരുന്നു. ഈ ശ്രേണീകരണം ഒരു വ്യക്തിയുടെ സമൂഹത്തിനുള്ളിലെ പങ്ക്, പദവി, ഉത്തരവാദിത്വങ്ങൾ എന്നിവയെ നിശ്ചയിച്ചിരുന്നു. പുരാതന ഇന്ത്യയിൽ ഉയർന്ന തട്ടിലുള്ള ജാതികൾ എന്ന് കണക്കാക്കപ്പെട്ടിരുന്നവർക്ക് സമൂഹത്തിൽ ഉയർന്ന പദവികളായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ ഏറ്റവും താഴെത്തട്ടിലാക്കപ്പെട്ടവർക്കാകട്ടെ യാതൊരു പദവികളും അവകാശങ്ങളും ലഭിച്ചിരുന്നില്ല. അടുത്ത തൊഴിൽ വിഭജനം, ഡിവിഷൻ ഓഫ് ലേബർ. ഓരോ ജാതിക്കും കുലത്തൊഴിലുകൾ നിശ്ചയിച്ചിരുന്നു.
ബ്രാഹ്മണർക്ക് പൗരോഹിത്യവും ക്ഷത്രിയർക്ക് രാജ്യസംരക്ഷണവും വൈശ്യർക്ക് വ്യാപാരവും അനുവദിക്കപ്പെടുമ്പോൾ ശൂദ്രക്കാർക്ക് മറ്റ് ഉയർന്ന വിഭാഗങ്ങളെ സേവിക്കുന്നതിനായി മാത്രം മാറി. ഒരു വ്യക്തിക്ക് സ്വന്തം കുലത്തൊഴിലല്ലാതെ മറ്റൊരു തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഈ അവസ്ഥ സാമൂഹിക ചലനാത്മകത അഥവാ സോഷ്യൽ മൊബിലിറ്റി തീരെ ഇല്ലാത്ത ഒരു സമൂഹത്തെ നിലനിർത്തി. സാമൂഹിക ചലനാത്മകത എന്താണ്? സാമൂഹിക ചലനാത്മകത എന്നത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ ഒരു സാമൂഹിക പദവിയിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ചലനത്തെയാണ് അഥവാ മാറ്റത്തെയാണ് സാമൂഹിക ചലനാത്മകത എന്ന് പറയുന്നത്. ജോലി സംബന്ധമായി ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സ്ഥാനക്കയറ്റം സാമൂഹിക ചലനാത്മകതയ്ക്ക് ഉദാഹരണമാണ്. അടുത്ത സാമൂഹിക നിയന്ത്രണവും ക്രമവും, സോഷ്യൽ കൺട്രോൾ ആൻഡ് ഓർഡർ. പുരാതന ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ സാമൂഹിക നിയന്ത്രണത്തിനുള്ള ഒരു സംവിധാനമായി പ്രവർത്തിച്ചിരുന്നു. ഓരോ ജാതിയിലെയും അംഗങ്ങൾ തങ്ങളുടെ ജാതി അടിസ്ഥാനമാക്കിയുള്ള വഴക്കങ്ങളും കടമകളും നിർബന്ധപൂർവം നിർവഹിക്കേണ്ടതുണ്ട്. ജാതി സമ്പ്രദായത്തിലെ അടിസ്ഥാനമായിരുന്നു ശുദ്ധി അശുദ്ധി, പ്യൂരിറ്റി പൊല്യൂഷൻ എന്ന ധാരണ. ഇത് ജാതി വ്യത്യാസങ്ങൾ കർശനമായി നിലനിർത്തുന്നതിന് കാരണമായി. താഴ്ന്ന ജാതിയിൽ നിന്ന് കണക്കാക്കപ്പെട്ടവർക്ക് ഉയർന്ന ജാതിയായി കണക്കാക്കപ്പെട്ടവരിൽ നിന്ന് നിശ്ചിത സാമൂഹിക അകലം, അതായത് സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമായിരുന്നു. ഇതിനെ തൊട്ടുകൂടായ്മ എന്ന അനാചാരം ആണ് അന്ന് നിലനിന്നിരുന്നത്. എല്ലാ ജാതിയിൽപ്പെട്ടവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും അവകാശമില്ലായിരുന്നു. പൗരാവകാശ സംരക്ഷണ നിയമം എന്നാണ് 1955 പ്രകാരം ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ എന്ന സാമൂഹിക തിന്മ പ്രവർത്തിക്കുന്നതും പ്രചരിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. തൊട്ടുകൂടായ്മ നിരോധിച്ചത് ഏത് നിയമം വഴിയാണ്? പൗരാവകാശ സംരക്ഷണ നിയമം 1955 പ്രകാരം. എന്താണ് പൗരാവകാശ സംരക്ഷണ നിയമം? ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955. തൊട്ടുകൂടായ്മ പ്രവർത്തിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും തടയാൻ വേണ്ടി 1955 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് പൗരാവകാശ സംരക്ഷണ നിയമം. 1955 പാസാക്കുമ്പോൾ തൊട്ടുകൂടായ്മ കുറ്റകൃത്യങ്ങൾ നിയമം 1955 അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് 1955 എന്നായിരുന്നു ഈ നിയമത്തിൻ്റെ പേര്. 1976 ഭേദഗതിയിലൂടെയാണ് ഇതിനെ പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് പുനർനാമകരണം ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പേരെന്തായിരുന്നു? അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട്. തൊട്ടുകൂടായ്മ നിയമം 1955 എന്നായിരുന്നു. 1976 ഭേദഗതിയിലൂടെ പൗരാവകാശ സംരക്ഷണ നിയമം എന്നാക്കി മാറ്റി. വിവാഹത്തിലെ നിയന്ത്രണങ്ങൾ, റെസ്ട്രിക്ഷൻ ഓൺ മാരേജ്. ജാതി വ്യവസ്ഥ സ്വഗണ വിഭാഗത്തെ, അതായത് എൻഡോഗമി പ്രോത്സാഹിപ്പിച്ചിരുന്നു. സ്വന്തം ജാതിയിൽ നിന്നുള്ള വിവാഹമാണ് സ്വഗണ വിവാഹം. അന്യഗണ വിവാഹം, അതായത് എക്സോഗമി ചെയ്യുന്ന വ്യക്തികളെ ജാതിയിൽ നിന്നും പുറത്താക്കുന്ന രീതിയും തുടർന്നു വന്നിരുന്നു. മറ്റു ജാതികളുമായി ഇടകലരാതെ ഓരോ ജാതിയും അവരവരുടെ അതിർവരമ്പുകൾ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ സ്വഗണ വിവാഹ സമ്പ്രദായം പിന്തുടർന്നത്. അടുത്ത അസമത്വവും അരികുവൽക്കരണവും, ഇനിക്വാലിറ്റി ആൻഡ് മാർജിനലൈസേഷൻ. ജാതി വ്യവസ്ഥ സാമൂഹിക ഘടനയുടെ അടിസ്ഥാനമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിലും അത് സമൂഹത്തിൽ അസമത്വം വളർത്തിയിരുന്നു. പ്രത്യേകിച്ച് താഴ്ന്ന ജാതിയിലെന്ന് കണക്കാക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം, ഭൂമി, വിഭവങ്ങൾ എന്നിവയ്ക്കുള്ള പ്രാപ്യത നിഷേധിക്കുകയും അത് അരികുവൽക്കരിക്കണത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു. ജാതി വ്യവസ്ഥയിലെ അസമത്വങ്ങളെ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനായി കണക്കാക്കപ്പെട്ടിരുന്നു. വിഭവങ്ങൾ എല്ലാവർക്കും അർഹിക്കുന്ന രീതിയിൽ ലഭിക്കുന്നതിനും സമത്വം വളരുന്നതിനും ഇത് തടസ്സമായി. ചില വിഭാഗങ്ങൾക്ക് കൂടുതൽ പരിഗണന ലഭിച്ചപ്പോൾ മറ്റു ചില വിഭാഗങ്ങൾക്ക് അരികുവൽക്കരിക്കപ്പെട്ടു. കാലക്രമേണ ജാതിപരമായ അസമത്വങ്ങൾക്കെതിരെയും അടിച്ചമർത്തലുകൾക്കെതിരെയും നിരവധി പോരാട്ടങ്ങൾ ഇന്ത്യയിലാകമാനം ഉടലെടുത്തു. കല്ലുമാല സമരം, മുക്കുത്തി സമരം, പന്തിഭോജനം, ചാന്നാർ ലഹള മുതലായ കേരളത്തിലുണ്ടായ പോരാട്ടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടന സമൂഹത്തിലെ അസമത്വങ്ങളെ വിലക്കുകയും എല്ലാ പൗരർക്കും തുല്യത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ആധുനിക ഇന്ത്യയിൽ ജനാധിപത്യ മൂല്യങ്ങൾ, ഭരണഘടനാ വ്യവസ്ഥകൾ, സാമൂഹിക പ്രസ്ഥാനങ്ങൾ എന്നിവ ജാതി വ്യവസ്ഥയുടെ പരമ്പരാഗത കർക്കശ രീതികൾക്ക് വെല്ലുവിളിയായി. ഇത് സാമൂഹിക ചലനാത്മകതയെ സ്വാധീനിക്കുകയും ന്യായസമൂഹം കെട്ടിപ്പടുക്കുന്നതിനും തുല്യത പ്രോത്സാഹിപ്പിച്ച് ജാതി വിവേചനം ഇല്ലായ്മ ചെയ്യുന്നതിനും വഴിതെളിയിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? സാമൂഹിക ശ്രേണീകരണം, തൊഴിൽ വിഭജനം, സാമൂഹിക നിയന്ത്രണവും ക്രമവും,
വിവാഹത്തിലെ നിയന്ത്രണങ്ങൾ, അസമത്വവും അരികുവൽക്കരണവും. അടുത്തത് മതം, റിലീജിയൻ വെച്ചിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭരണകൂടം ഒരു മതത്തിനും പ്രത്യേക പരിഗണന നൽകുന്നില്ല എന്നതാണ് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രത്യേകത. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 15 പ്രകാരം മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള ഏതൊരു വിവേചനത്തെയും നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഉടലെടുത്തതും ഇന്ത്യക്ക് പുറത്ത് ഉത്ഭവിച്ചതുമായ മതങ്ങൾ സൗഹാർദ്ദത്തോടെ ഇവിടെ നിലനിൽക്കുന്നത് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ സവിശേഷതകളിലൊന്നാണ്. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ മതങ്ങളുടെ പങ്ക് എന്തൊക്കെയാണ്? സാമൂഹിക നിയന്ത്രണത്തിലെ ഉപാധി. സൗഹാർദ്ദ സമ്മേളന നഗരിയിൽ പ്രദർശിപ്പിച്ചിരുന്ന ബോർഡ് നിരീക്ഷിക്കൂ. സത്യം മഹത്തരമാകുന്നു, സത്യസന്ധരായി ജീവിക്കുന്നതിൽ അതിലും മഹത്തരമാകുന്നു. ഗുരുഗ്രന്ഥ് സാഹിബിൽ പറയുന്നതാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ബൈബിൾ. കർമ്മഫലത്തെ ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക. ഭഗവത്ഗീതയിലെ വരികളാണ്. സത്യത്തിലും ധർമ്മത്തിലും ഉറച്ചു നിൽക്കുന്നവർ ശുദ്ധരാകുന്നു. ധർമ്മപദം. ബുദ്ധഗ്രന്ഥമായ ധർമ്മപദത്തിൽ പറയുന്നതാണ്. നിങ്ങളുടെ ജീവനെ നിങ്ങൾ സ്നേഹിക്കുന്നതുപോലെ മറ്റുള്ളവരുടെ ജീവനെയും നിങ്ങൾ സ്നേഹിക്കുക. തത്വാർത്ഥ സൂത്രം ജൈന ഗ്രന്ഥമാണ്. സത്യസന്ധരായിരിക്കുക, കാരണം സത്യം നീതിയിലേക്ക് നയിക്കുന്നു. മുഹമ്മദ് നബി പറഞ്ഞാണ് ഹദീസ്. ഇന്ത്യയിലെ വിവിധ മതങ്ങൾ സമൂഹത്തിൽ നൽകുന്ന മൂല്യങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ് മുകളിൽ നൽകിയിരിക്കുന്ന സന്ദേശങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു. ഓരോ മതവും മാനവിക മൂല്യങ്ങളായ സത്യസന്ധത, അനുതാപം, പരസ്പര ബഹുമാനം, പരസ്പര സ്നേഹം, കരുതൽ, സാമൂഹിക ഉത്തരവാദിത്വം, നീതിബോധം, ധാർമ്മികത എന്നിവ പഠിപ്പിക്കുകയും അതുവഴി സാമൂഹീകരണ പ്രക്രിയയെ സമ്പുഷ്ടമാക്കുകയും ചെയ്യുന്നു. അതിലൂടെ സമൂഹത്തിൽ സഹവർത്തിത്വവും ക്രമവും ഉറപ്പാക്കുന്നതിന് സാധിക്കുന്നു. അങ്ങനെ മതമൂല്യങ്ങൾ വ്യക്തികളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിലൂടെ സാമൂഹിക നിയന്ത്രണത്തിൻ്റെ ഉപാധിയായി വർത്തിക്കുകയും ചെയ്യുന്നു. അത് സാംസ്കാരിക വൈവിധ്യത്തെ സമ്പുഷ്ടമാക്കുന്നു. ബാന്ദ്രയിലെ മൗണ്ട് മേരി ചർച്ച്, പഞ്ചാബിലാണ് മൂറിഷ് മോസ്ക്, സിക്കിമിലെ റുംടക് ധർമ്മചക്ര സെൻറ്റർ, അമൃത്സറിലെ സുവർണക്ഷേത്രം, തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, മൗണ്ട് അബുവിലെ ദിൽവാര ജൈനക്ഷേത്രം മൗണ്ട് അബുവിലാണ്. ഇന്ത്യയിലെ ചില പ്രധാന മതകേന്ദ്രങ്ങളിലെ ചിത്രകലയും കൊത്തുപണികളുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തെ സമ്പുഷ്ടമാക്കാൻ വിശ്വാസങ്ങളിലെയും കലകളിലെയും സാഹിത്യത്തിലൂടെയും മതങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ, ചർച്ചുകൾ, മോസ്കുകൾ, വിഹാരങ്ങൾ, ഗുരുദ്വാരകൾ തുടങ്ങിയ മതസ്ഥാപനങ്ങളിലെ ചിത്രകലകളും കൊത്തുപണികളുമെല്ലാം ഇത് വ്യക്തമാക്കുന്നവയാണ്. ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി പ്രവർത്തിച്ച കബീർ ദാസ്, സ്ത്രീകളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊണ്ട മീരാഭായ്, ജാതി വിവേചനത്തെയും സാമ്പത്തിക അസമത്വത്തെയും എതിർക്കുന്ന ഗുരു നാനാക്ക് തുടങ്ങിയ അനേകം വ്യക്തികളുടെ ആദർശപരമായ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യത്തെ സമ്പുഷ്ടമാക്കുന്ന നിരവധി ഘടകങ്ങൾ കാണാൻ സാധിക്കും. സാമൂഹിക മാറ്റത്തിന് നീക്കം കൂട്ടുന്നു. ഇന്ത്യൻ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട നിരവധി പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ചില മതസ്ഥാപനങ്ങൾ സാമൂഹിക പ്രസ്ഥാനങ്ങളായി പരിണമിച്ച് അവ സാമൂഹിക മാറ്റത്തിന് വഴി തെളിയിച്ചിട്ടുണ്ട്. അവ ജാതി വിവേചനങ്ങളെ വെല്ലുവിളിക്കുകയും സമത്വം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. രാജാറാം മോഹൻ റോയിയുടെ നേതൃത്വം കൊടുത്ത ബ്രഹ്മസമാജം ഇതിന് ഉദാഹരണമാണ്. അത് മതപ്രസ്ഥാനമായിട്ട് രൂപം കൊണ്ട് പിന്നീട് സാമൂഹിക പ്രസ്ഥാനമായി പരിണമിച്ച ഒന്നാണ് രാജാറാം മോഹൻ റോയിയുടെ ബ്രഹ്മസമാജം. മതങ്ങൾ സമൂഹത്തിൽ നവീകരണവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും മതത്തിൻ്റെ പേരിലുള്ള വിഭാഗീയതയും സംഘർഷങ്ങളും ഇന്ത്യയുടെ സാമൂഹ്യ വ്യവസ്ഥയെ സന്തുലിതാവസ്ഥയ്ക്ക് ചിലപ്പോഴെങ്കിലും വെല്ലുവിളിയാകാറുണ്ട്. ഇത്തരം പ്രവണതകൾ നമ്മുടെ സാമൂഹിക ഐക്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. അടുത്തത് ഭാഷയാണ്. ലോകത്ത് ഏറ്റവും അധികം ഭാഷാ വൈവിധ്യങ്ങളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. 22 ഔദ്യോഗിക ഭാഷകളും ഒട്ടനേകം ഭാഷാഭേദങ്ങളും നമുക്കുണ്ട്. കേവലം ആശയവിനിമയത്തിനുള്ള മാധ്യമം മാത്രമല്ല ഭാഷ, അത് സംസ്കാരത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും അടയാളം കൂടിയാണ്. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചത് ഭാഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു. നമുക്കറിയാം, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങൾ തമ്മിൽ സാമൂഹിക വ്യവസ്ഥയിലും സംസ്കാരത്തിലും ധാരാളം വ്യത്യാസങ്ങൾ നിലനിന്നു. ഇന്ത്യയിലെ പ്രശസ്ത സമൂഹശാസ്ത്രജ്ഞയും ആദ്യത്തെ നരവംശശാസ്ത്രജ്ഞയുമായിരുന്ന പ്രൊഫസർ ഇരാവതി കാർവെയുടെ പഠനങ്ങൾ ഇന്ത്യയുടെ ഭാഷാഭേദങ്ങളെ ചുവടെ നൽകിയിരിക്കുന്ന രീതിയിൽ
പട്ടികപ്പെടുത്തുന്നു. ഇന്ത്യയിലെ പ്രശസ്ത സമൂഹശാസ്ത്രജ്ഞയും ആദ്യത്തെ നരവംശ ശാസ്ത്രജ്ഞയുമാണ് പ്രൊഫസർ ഇരാവതി കാർവെ. ഭാഷാ കുടുംബം. ഇന്തോ യൂറോപ്യൻ. പ്രധാന ഭാഷകൾ ഏതൊക്കെയാണ്? പഞ്ചാബ്, സിന്ധി, ഹിന്ദി, ബിഹാരി, ബംഗാളി, ആസാമീസ്, രാജസ്ഥാനി, ഗുജറാത്തി, മറാത്തി, കൊങ്കണി, ഒഡീഷ. നിലനിന്നിരുന്ന ഭാഷാ ഭൂപ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചാബ്, സിന്ധ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശിൻ്റെ ചില ഭാഗങ്ങൾ, ബീഹാർ, ബംഗാൾ, അസം, രാജസ്ഥാൻ, കത്തിയവാട്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ദക്ഷിണ കൊങ്കൺ, ഒറീസ. അടുത്ത ഭാഷാ കുടുംബമാണ് ദ്രാവിഡം. ഇത് പ്രധാന ഭാഷകൾ എന്തൊക്കെയായിരുന്നു? തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം, തുളു, കൊടക്, തോഡ. ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട്, കേരളം, തുളുനാട്, കൂർഗ് കുന്നുകൾ, നീലഗിരി കുന്നുകൾ എന്നിവിടങ്ങളിൽ നിലനിന്ന ഭാഷാ ഭൂപ്രദേശങ്ങളായിരുന്നു. എന്നീ സ്ഥലങ്ങളിൽ നിലനിന്നിരുന്ന ഭാഷ കുടുംബമാണ് ദ്രാവിഡം എന്ന് പറയുന്നത്. ആസ്ട്രോ ഏഷ്യാറ്റിക് എന്താണ്? മുണ്ടരി, സവോര, ജുവാങ്, ബോണ്ടോ, ഗഡാബ, ബുമിയ, സാന്താലി, ഖാസി ഇതൊക്കെയാണ് പ്രധാന ഭാഷകൾ. നിലനിന്നിരുന്ന ഭൂപ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ദക്ഷിണ ബീഹാർ, ദക്ഷിണ ഒറീസയുടെ വടക്ക് പടിഞ്ഞാറൻ മധ്യമേഖലകൾ, പശ്ചിമ ബംഗാൾ, സാന്താൾ, പരഗാന ജില്ല, അസം കുന്നുകൾ. ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്നതിനും ഐക്യം ഉറപ്പുവരുത്തി ഇന്ത്യയുടെ സാമൂഹിക വ്യവസ്ഥ നിലനിർത്തുന്നതിനും ഭാഷയ്ക്ക് പങ്ക് ഉണ്ട്. സാംസ്കാരിക പാരമ്പര്യങ്ങളെ ജൈവികമാക്കുന്നു. ഭാഷയുടെ പങ്കാണ് നോക്കുന്നത്. സാംസ്കാരിക പാരമ്പര്യങ്ങളെ ജൈവികമാക്കുന്നു. വാമൊഴി പാട്ടുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ വടക്കൻ പാട്ടുകൾ വാമൊഴി പാട്ടുകൾക്ക് ഉദാഹരണമാണ്. ഇത്തരം പാട്ടുകളിലൂടെ പരമ്പരാഗത മൂല്യങ്ങളും സാമൂഹിക വഴക്കങ്ങളും ചരിത്ര സംഭവങ്ങളും സംരക്ഷിക്കപ്പെടുന്നു. വാമൊഴി പാട്ടുകൾക്ക് കൂടുതൽ ഉദാഹരണം എന്തൊക്കെയാണെന്നോ കണ്ടുപിടിക്കാം. ഭാഷകൾ കാലഘട്ടങ്ങൾക്കനുസരിച്ച് വാമൊഴിയിലൂടെയും മാറ്റങ്ങൾക്കു വിധേയമായി വരമൊഴിയിലൂടെയും അതത് സമൂഹത്തിൻ്റെ പാരമ്പര്യത്തെ ജൈവികമാക്കുന്നു. ഓരോ സമൂഹത്തിൻ്റെയും പാരമ്പര്യങ്ങളും കഥകളും മൂല്യങ്ങളും അതത് സമൂഹത്തിൻ്റെ സംസ്കാരത്തെ പരിപോഷിക്കുന്നു. വടക്കൻ പാട്ട് എന്താണ്? വടക്കൻ കേരളത്തിൽ ഉടലെടുത്ത വീരാരാധനാപരമായ നാടോടി പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. വടക്കേ മലബാറിലെ കടത്തനാട്, കോലത്തുനാട്, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ കളരി അഭ്യാസികൾക്ക് പേരുകേട്ട പുത്തൂരം, തച്ചോളി തുടങ്ങിയ തറവാടുകളിലെ അഭ്യാസികളുടെ ജീവചരിത്രവും അവരെ പ്രകീർത്തിക്കലുമാണ് വടക്കൻ പാട്ടുകളുടെ സാരം. ഈ പാട്ടുകൾ മലയാള ഭാഷയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. സ്വത്വബോധം നൽകുന്നു. മലയാളം സംസാരിക്കുന്നവർ മലയാളികൾ എന്നറിയപ്പെടുന്നത് പോലെ ഭാഷ വ്യക്തികളെ അവരുടെ സ്വത്വമായി ബന്ധിപ്പിക്കുന്നു. തമിഴർ, ബീഹാറികൾ, പഞ്ചാബികൾ മുതലായ പ്രയോഗങ്ങൾ വ്യക്തികളുടെയും ഭാഷയുടെയും സ്വത്വവും എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്നതിന് ഉദാഹരണമാണ്. ഇങ്ങനെ ഭാഷ വ്യക്തികളുടെ സ്വത്വബോധവുമായി ഉൾച്ചേർന്നിരിക്കുന്നു. സാംസ്കാരിക വൈവിധ്യങ്ങളോടുള്ള ബഹുമാനവും സഹവർത്തിത്വവും വളരുന്നു. നിങ്ങൾ മാതൃഭാഷ കൂടാതെ മറ്റ് ഏതൊക്കെ ഭാഷകൾ പഠിക്കുന്നുണ്ട്? മറ്റു ഭാഷകളിലെ കഥകളും കവിതകളും സാഹിത്യ സൃഷ്ടികളുമെല്ലാം ആ ഭാഷ സംസാരിക്കുന്ന ജനതയുടെ സംസ്കാരത്തെക്കുറിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നു. വിവിധ ഭാഷകളിലൂടെ വ്യത്യസ്ത സംസ്കാരങ്ങളെക്കുറിച്ചറിയാനും അവയെ ബഹുമാനിക്കുവാനും സഹവർത്തിത്വം വളർത്താനും സഹായിക്കുന്നു. പ്രാദേശിക ഭാഷകൾ ഉൾപ്പെടെ ഒന്നിലധികം ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വ്യക്തികൾക്ക് വ്യത്യസ്ത ജീവിത വീക്ഷണങ്ങളും അവസരങ്ങളും നൽകുന്നു. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ സന്തുലിതമായി നിലനിർത്തുന്നത് ഭാഷാ വൈവിധ്യത്തെ തിരിച്ചറിയേണ്ടതും ബഹുമാനിക്കേണ്ടതും അനിവാര്യമാണ്. ഗോത്ര സമൂഹം. ഇന്ത്യൻ സമൂഹത്തെ സാമൂഹികവും സാംസ്കാരികവും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾക്കനുസരിച്ച് ഗോത്ര സമൂഹം, ഗ്രാമസമൂഹം, നഗര സമൂഹം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഇന്ത്യൻ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഗോത്ര സമൂഹം. വൈവിധ്യമാർന്ന ഗോത്ര സമൂഹങ്ങൾ ഇന്ത്യയിലുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോത്ര ജനതയുള്ളത് ആഫ്രിക്കയിലാണ്. ഇന്ത്യയാണ് 2ാം സ്ഥാനത്ത്. ഗോത്ര സമൂഹങ്ങൾ ഇന്ത്യയിലെ തദ്ദേശീയ ജനതയാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ 8.6% 2011 സെൻസസ് പ്രകാരമാണ് ഗോത്ര സമൂഹമാണ് ഉള്ളത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ മിസോറാം, നാഗാലാൻഡ്, മേഘാലയ, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലും ജനസംഖ്യയുടെ ഭൂരിഭാഗവും ആരാണുള്ളത്? ഗോത്ര ജനതയാണുള്ളത്. ഗ്രാമനഗര സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സവിശേഷതകളുള്ളവരാണ് ഗോത്ര സമൂഹം. ഓരോ ഗോത്ര സമൂഹത്തിനും തനതായ ഭാഷ, ആചാരങ്ങൾ, ഭരണ സംവിധാനങ്ങൾ എന്നിവയുണ്ട്. ഗോത്ര ജനത പ്രകൃതിയുമായി അടുത്തിടപഴകി ജീവിക്കുന്നവരും
സുസ്ഥിര കൃഷിയിലും വനപരിപാലനത്തിലും വ്യാപൃതരായിരിക്കുകയും ചെയ്യുന്നവരാണ്. ഇതുവഴി പരിസ്ഥിതിയെ സംരക്ഷിക്കാനും പാരിസ്ഥിതിക സന്തുലനാവസ്ഥ നിലനിർത്താനും ഗോത്ര സമൂഹങ്ങൾക്ക് സാധിക്കുന്നു. ഇന്ത്യയിലെ ഗോത്ര സമൂഹങ്ങളുടെ വ്യത്യസ്ത ഭാഷകൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ഭക്ഷണരീതികൾ, ജീവിതരീതി എന്നിവ നമ്മുടെ വൈവിധ്യത്തിൻ്റെ ഭാഗമാണ്. വനം, ജൈവവൈവിധ്യം എന്നിവ തനതായി സംരക്ഷിക്കുന്നതിൽ ഗോത്ര സമൂഹത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതാണ്. പരമ്പരാഗത അറിവുകൾ, കല, സംസ്കാരം തുടങ്ങിയവ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെ ഇന്ത്യയുടെ സാംസ്കാരിക സംരക്ഷണത്തിൽ ഗോത്ര സമൂഹം പ്രധാന പങ്കുവഹിക്കുന്നു. പരമ്പരാഗത അറിവ്, കൃഷി, ഔഷധങ്ങൾ, ജൈവവൈവിധ്യ സംരക്ഷണം എന്നിവയെക്കുറിച്ച് പരമ്പരാഗത ഗോത്ര സമൂഹങ്ങൾക്ക് വിലപ്പെട്ട അറിവുകളാണുള്ളത്. ഗോത്ര സമൂഹത്തിൻ്റെ പ്രത്യേകതകളാണ് പരമ്പരാഗത അറിവുകൾ. ഉദാഹരണമായി, വിവിധ ഗോത്രങ്ങളിലുള്ളവർ വ്യത്യസ്ത കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന വിളകൾ ഉൽപ്പാദിപ്പിക്കുകയും അവയുടെ വിത്തുകൾ തനതായ രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആരോഗ്യ പരിപാലനത്തിനായി തനത് പ്രകൃതിദത്ത വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഗോത്ര സമൂഹത്തിൻ്റെ നാട്ടുനടപ്പ് രീതികളും വാമൊഴി ചരിത്രങ്ങളും ഇന്ത്യൻ സംസ്കാരത്തിന് മികച്ച സംഭാവനകൾ നൽകുന്നു. ശ്രീമതി ലക്ഷ്മിക്കുട്ടി പരമ്പരാഗത ഔഷധ ചികിത്സാരീതിക്ക് 2018 പത്മശ്രീ അവാർഡ് ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീ രാംനാഥ് കോവിന്ദിൽ നിന്നും സ്വീകരിക്കുന്നു. അടുത്ത ചെറുവയൽ രാമൻ പരമ്പരാഗത നെൽവിത്തിനങ്ങളുടെ സംരക്ഷണത്തിനും അവയുടെ പ്രചാരണത്തിനും 2023 പത്മശ്രീ അവാർഡ് ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്ന് സ്വീകരിക്കുന്നു. 2023 ചെറുവയൽ രാമന് പത്മശ്രീ ലഭിച്ചത്. എന്തിനാണ്? പരമ്പരാഗത നെൽവിത്തിനങ്ങളുടെ സംരക്ഷണത്തിനും അവയുടെ പ്രചാരണത്തിനും വേണ്ടി. ശ്രീമതി ലക്ഷ്മിക്കുട്ടിക്ക് 2018 പത്മശ്രീ കിട്ടിയത് പരമ്പരാഗത ഔഷധ ചികിത്സാരീതിക്ക് വേണ്ടി. കലയും സംസ്കാരവും. ഗോത്ര സമൂഹം തങ്ങളുടെ സവിശേഷമായ ഭാഷ, കലാരൂപങ്ങൾ, ആഘോഷങ്ങൾ, സംഗീതം, നൃത്തം എന്നിവയിലൂടെ ഇന്ത്യൻ സംസ്കാരത്തെ പരിപോഷിക്കുന്നു. ഗ്രാമ-നഗര സമൂഹങ്ങളെപ്പോലെ തന്നെ ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ ഗോത്ര സമൂഹം ബലപ്പെടുത്തുന്നു. ഗോത്രകലയും, അതായത് വാർലി പെയിന്റിംഗ് പോലുള്ളവ, സാംസ്കാരിക ഉത്സവങ്ങളും ആഗോളതലത്തിൽ ആകർഷിക്കപ്പെടുന്നത് വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. വാർലി പെയിന്റിംഗാണിത്. ഇരുള നൃത്തം, പളിന നൃത്തം, മലപ്പുലയാട്ടം, പണിന നൃത്തം, മംഗലംകളി ഇതൊക്കെ ഗോത്ര കലകളാണ്. വാർലി പെയിന്റിംഗ് എന്ന് പറയുന്ന ഗോത്രകലയാണ്. സുസ്ഥിര ജീവിതം. ഗോത്ര സമൂഹങ്ങൾ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നവരും വനം, വെള്ളം തുടങ്ങിയ ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങളെ പരിസ്ഥിതി സൗഹൃദമായി ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്നു. ഈ സമൂഹത്തിൻ്റെ സമ്പ്രദായങ്ങൾ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും വിഭവ പരിപാലനത്തിനും മികച്ച മാതൃകകൾ നൽകുന്നു. വനത്തെ സംബന്ധിച്ച് ഗോത്ര സമൂഹത്തിൻ്റെ അറിവുകൾ ഇക്കോ ടൂറിസം മേഖലകളുടെ വികസനത്തിന് ആക്കം കൂട്ടുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗോത്ര സമൂഹത്തിൻ്റെ അറിവുകൾ മുതൽക്കൂട്ടുകളാക്കുന്നതിന് ഉദാഹരണമാണിത്. അസമത്വത്തിനെതിരെയുള്ള പ്രതിരോധങ്ങൾ. സാന്താൾ കലാപം 1855-56 കാലഘട്ടത്തിലായിരുന്നു സാന്താൾ കലാപം. കാരണം എന്താണ്? ഭൂ ഉടമകളുടെയും പണമിടപാടുകളുടെയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെയും ചൂഷണം, പൂർവിക ഭൂമിയിൽ നിന്നുള്ള നിർബന്ധിത കുടിയിറക്കം. ഇതെവിടെയായിരുന്നു? ഇപ്പോഴത്തെ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ബീഹാർ എന്നിവ ഉൾപ്പെടുന്ന മേഖലകളിലായിരുന്നു സാന്താൾ കലാപം നടന്നത്. പ്രധാന നേതാക്കളാണ് സിദ്ധു മുർമു, കാൻഹു മുർമു. മുണ്ട കലാപം 1899-1900. ഉൽഗുലാൽ പ്രസ്ഥാനം. കാരണങ്ങൾ: മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ മേലുള്ള ഭൂവുടമകളുടെ ചൂഷണവും അടിച്ചമർത്തലുകളും ഭൂവുടമസ്ഥതയിന്മേലുള്ള ബ്രിട്ടീഷ് ഇടപെടൽ എന്നിവയായിരുന്നു മുണ്ട കലാപത്തിന് കാരണം. സ്ഥലം: ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള ഛോട്ടാ നാഗ്പൂർ മേഖലകൾ. പ്രധാന നേതാവായിരുന്നു ബിർസ മുണ്ട. അടുത്ത കുറുച്ച-കുറുമ്പ കലാപം നമ്മുടെ കേരളത്തിൽ നടന്നതാണ്. 1812. വയനാട് കേരളത്തിലായിരുന്നു. നേതാവ് രാമനമ്പിയായിരുന്നു. അമിതമായ നികുതി, പ്രാദേശിക ഭരണത്തിൽ ബ്രിട്ടീഷ് ഇടപെടലുകൾ, പരമ്പരാഗത ഭൂമിയിൽ നിന്ന് നിർബന്ധിത കുടിയൊഴിപ്പിക്കൽ, ഭൂമി കണ്ടുകെട്ടൽ എന്നിവയായിരുന്നു കാരണം. കുറിച്യ കലാപത്തിൻ്റെ കാലഘട്ടം 1812. മുണ്ട കലാപം 1899-1900. സാന്താൾ കലാപം 1855-56. ഗോത്ര സമൂഹങ്ങളുടെ സംസ്കാരം, പരിസ്ഥിതി ജ്ഞാനം,
അസമത്വത്തിനെതിരായുള്ള പ്രതിരോധങ്ങൾ എന്നിവ ഇന്ത്യയുടെ സാമൂഹിക വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു. ഇന്ത്യയുടെ പ്രകൃതി സമ്പത്തിന്റെയും സാംസ്കാരിക സമ്പന്നതയുടെയും ഉടമകളാണ് ഗോത്ര സമൂഹങ്ങൾ. ഗോത്ര സമൂഹത്തിന്റെ വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, സാമൂഹിക സാമ്പത്തിക പുരോഗതി എന്നിവയെ ശാക്തീകരിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ദേശീയോദ്ഗ്രഥനം, അതായത് രാജ്യത്തിന്റെ ദേശീയോദ്ഗ്രഥനം കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിക്കും. നഗര സമൂഹങ്ങൾ, റൂറൽ അർബൻ സൊസൈറ്റീസ്. പുരാതന കാലം മുതൽ തന്നെ സ്വയംഭരണമുള്ള ഗ്രാമങ്ങൾ നിലനിന്നിരുന്ന നാടായിരുന്നു ഇന്ത്യ. കൃഷിയിലും ചെറുകിട വ്യവസായങ്ങളും അധിഷ്ഠിതമായ ഗ്രാമസമൂഹം, ഇഴയടുപ്പമുള്ള ബന്ധങ്ങളും പാരമ്പര്യ ജീവിത രീതികളുമാണ് ഈ സമൂഹത്തിന്റെ പ്രത്യേകത. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഗ്രാമസമൂഹങ്ങൾ. വൈവിധ്യമാർന്ന വ്യവസായങ്ങൾ, വിവിധ സേവനങ്ങൾ, ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാമാണ് നഗര സമൂഹത്തിന്റെ പ്രത്യേകതകൾ. വൈവിധ്യമാർന്ന മനുഷ്യ സമൂഹവും വേഗതയേറിയ ജീവിത രീതിയും ഗ്രാമങ്ങളെ അപേക്ഷിച്ച് നഗര ജീവിതത്തിന്റെ സവിശേഷതയാണ്. പഞ്ചാബിലെ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജബീർ സിംഗിന്റെയും കുടുംബത്തിന്റെയും മുഖ്യ തൊഴിൽ ഗോതമ്പ് കൃഷിയാണ്. ഗ്രാമത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗോതമ്പ് നഗരത്തിലാണ് കൂടുതലും വിതരണം ചെയ്യുന്നത്. നഗരത്തിലെ ടെക്നോ പാർക്കിൽ തൊഴിൽ ചെയ്യുന്ന റിനുവും കൂട്ടുകാരും വിവിധ കൃഷികൾക്ക് അനുയോജ്യമായ മണ്ണ് കണ്ടെത്തുന്നതിനും കർഷകരെ സഹായിക്കുന്നതിനുമായി മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചു. ഇത് ഗ്രാമങ്ങളിലെ കൃഷി രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിനും ഉയർന്ന ഉൽപാദനം ഉറപ്പുവരുത്തുന്നതിനും സഹായിച്ചു. ഇവര് പരസ്പരാശ്രിതരാണല്ലോ. നമ്മുടെ കാർഷിക മേഖലയ്ക്ക് സഹായകമായ സർക്കാരിന്റെ മൊബൈൽ ആപ്പുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ഭക്ഷണത്തിനായുള്ള അസംസ്കൃത വസ്തുക്കൾക്കായി നഗരങ്ങൾ ഗ്രാമങ്ങളെ ആശ്രയിക്കുമ്പോൾ സാങ്കേതിക വിദ്യയ്ക്കും വിപണികൾക്കുമായി ഗ്രാമങ്ങൾ നഗരങ്ങളെയും ആശ്രയിക്കുന്നു. നഗരങ്ങളിലെ ആധുനിക പ്രവണതകൾ ഗ്രാമങ്ങളെ സ്വാധീനിക്കാറുണ്ട്. നഗരങ്ങളെ അപേക്ഷിച്ച് ഗ്രാമങ്ങൾ പരസ്പര ബന്ധങ്ങൾക്കും സാമൂഹിക സഹകരണത്തിനും കൂടുതൽ ഊന്നൽ നൽകുന്നു. ഗ്രാമ-നഗര കുടിയേറ്റങ്ങൾ ഇരു സമൂഹങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. ഗ്രാമങ്ങളെ അപേക്ഷിച്ച് നഗര സമൂഹങ്ങൾ വ്യവസായവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ആധുനിക തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്യുന്നു. നഗരങ്ങൾ സാങ്കേതിക വിദ്യയെയും ആഗോള ബന്ധങ്ങളെയും ആധുനീകരിക്കുന്നു. നഗരജീവിതം വ്യത്യസ്ത സംസ്കാരങ്ങളുടെ സമ്മിശ്രമായതുകൊണ്ട് സാംസ്കാരിക കൈമാറ്റങ്ങൾ, അതായത് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഗ്രാമങ്ങളും നഗരങ്ങളും പരസ്പരാശ്രയത്തോടെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഗ്രാമീണ നഗര തുടർച്ച, റൂറൽ അർബൻ കണ്ടിന്യൂം. ഗ്രാമസമൂഹങ്ങൾ നഗരസമൂഹങ്ങളുമായി പരിവർത്തനം ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഒരു സങ്കല്പമാണ് ഗ്രാമീണ നഗര തുടർച്ച. ഗ്രാമവും നഗരവും എവിടെ അവസാനിക്കുന്നുവെന്നും എവിടെ ആരംഭിക്കുന്നുവെന്നും കൃത്യമായി തിരിച്ചറിയാൻ പര്യാപ്തമായ രീതിയിൽ ഇവയ്ക്കിടയിൽ ഒരു അതിർവരമ്പ് നിർണയിക്കപ്പെട്ടിട്ടില്ല എന്ന സ്ഥിതിവിശേഷം ഗ്രാമീണ നഗര തുടർച്ചയിൽ നിലനിൽക്കുന്നുവെന്ന് മക് ഐവർ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഗ്രാമീണ നഗര തുടർച്ച നിലനിൽക്കുന്നതായി കാണാവുന്നതാണ്. വൈവിധ്യത്തിൽ നിന്ന് ബഹുസ്വരതയിലേക്ക്. മതം, ജാതി, ഗോത്രം, ദേശം, ഭാഷ തുടങ്ങിയവയിലെ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടേതെന്ന് നാം തിരിച്ചറിഞ്ഞല്ലോ. ഈ വൈവിധ്യങ്ങളുടെ ബഹുസ്വരതയിലൂടെ സമീപിക്കുമ്പോൾ മാത്രമേ രാജ്യത്തിന്റെ സാമൂഹിക വ്യവസ്ഥ സുസ്ഥിരമായി നിലനിൽക്കുകയുള്ളൂ. വൈവിധ്യം അഥവാ ഡൈവേഴ്സിറ്റി, ബഹുസ്വരത, പ്ലൂറലിസം എന്നീ വാക്കുകൾ പലപ്പോഴും ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജൈവവൈവിധ്യം ഓർക്കസ്ട്ര. മുകളിൽ കൊടുത്ത ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. വ്യത്യസ്തമായ അനേകം ജീവജാലങ്ങൾ പ്രകൃതിയിൽ നിലനിൽക്കുന്നു എന്ന ആശയമാണ് ജൈവവൈവിധ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വൈവിധ്യം എന്നാൽ വ്യത്യസ്തതകളാണ്. എന്നാൽ വ്യത്യസ്തതയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് സഹവർത്തിക്കുന്നതിലൂടെയാണ് ബഹുസ്വരത എന്ന വാക്ക് അർത്ഥമാക്കുന്നത്. ഒരു ഓർക്കസ്ട്രയുടെ വിവിധ സംഗീതോപകരണങ്ങൾ ഉണ്ട് എന്നത് അതിൻ്റെ വൈവിധ്യമായി കാണാം. എന്നാൽ അവയെ മനോഹരമായ സംഗീതം പൊഴിക്കുന്ന രീതിയിൽ വിദഗ്ധമായി ക്രമപ്പെടുത്തുമ്പോഴാണ് ബഹുസ്വരത സംഭവിക്കുന്നത്. സമൂഹത്തിൻ്റെ വൈവിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിനുള്ളിൽ നിലനിൽക്കുന്ന വ്യത്യസ്തങ്ങളെയാണ്. സാംസ്കാരികവും മതപരവും ഭാഷാപരവും വംശീയവും സാമൂഹികവുമായ വ്യത്യാസങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇത്തരം വൈവിധ്യങ്ങൾ തമ്മിൽ പരസ്പര ബന്ധമോ പരസ്പര ബഹുമാനമോ ഉണ്ടാകണമെന്നില്ല. എന്നാൽ ബഹുസ്വരത ഈ വൈവിധ്യങ്ങൾക്കതീതമായി വിവിധ സംഘങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം, പരസ്പര ബഹുമാനം, പരസ്പര സ്നേഹം, പരസ്പര സൗഹാർദ്ദം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. സമൂഹത്തിലെ വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളും ഭിന്നതകൾ
സൃഷ്ടിക്കുന്നില്ലെന്നും പകരം ഐക്യത്തിലേക്കും സഹവർത്തിത്വത്തിലേക്കും നയിക്കുന്നുവെന്നും ബഹുസ്വരത ഉറപ്പാക്കുന്നു. വൈവിധ്യം സ്വാഭാവികമായി നിലനിൽക്കുന്നതാണെങ്കിൽ ബഹുസ്വരത ബോധപൂർവമായി സൃഷ്ടിക്കപ്പെടേണ്ട ഒന്നാണ്. അതുകൊണ്ടുതന്നെ ബഹുസ്വരതയുടെ സൃഷ്ടി ബോധപൂർവമായ ഒരു പ്രവൃത്തിയായി പരിഗണിക്കുന്നു. ബഹുസ്വരത നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നമ്മുടെ രാജ്യത്തിൽ വൈവിധ്യങ്ങളെ നാം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ബഹുസ്വരതയുണ്ടാകുന്നത്. ദേശീയോദ്ഗ്രഥനത്തിലൂടെ ഇന്ത്യൻ ബഹുസ്വരത നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. ദേശീയോദ്ഗ്രഥനം വ്യത്യസ്ത പശ്ചാത്തലം, പ്രദേശം, ദേശം, ഭാഷ, മതം, സംസ്കാരം എന്നിവ പിന്തുടരുന്ന ജനങ്ങളെ അവരുടെ വൈവിധ്യങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ ഏകീകൃതവും സൗഹാർദ്ദപരവുമായ ഒരു രാഷ്ട്രത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയയാണ് ദേശീയോദ്ഗ്രഥനം അഥവാ നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. വ്യത്യസ്ത പശ്ചാത്തലം, പ്രദേശം, ഭാഷ, മതം, സംസ്കാരം എന്നിവ പിന്തുടരുന്ന ജനങ്ങളെ അവരുടെ വൈവിധ്യങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ ഏകീകൃതവും സൗഹാർദ്ദപരവുമായ ഒരു രാഷ്ട്രത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയയാണ് ദേശീയോദ്ഗ്രഥനം. വൈവിധ്യങ്ങളെ മാനിക്കുന്നതോടൊപ്പം പൗരർക്കിടയിലുള്ള സ്വത്വബോധത്തിനും ഐക്യദാർഢ്യത്തിനും പൊതുസ്വത്വത്തിനും അത് ഊന്നൽ നൽകുന്നു. സാംസ്കാരികവും ഭാഷാപരവും മതപരവുമായ വൈവിധ്യം പുലർത്തുന്ന ഇന്ത്യൻ സമൂഹത്തെ അവരുടെ വൈവിധ്യങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ ഒരു ദേശീയ സ്വത്വത്തിലേക്ക് ഒന്നിപ്പിക്കുന്ന പ്രക്രിയയാണ് ദേശീയോദ്ഗ്രഥനം. ഇന്ത്യൻ ദേശീയോദ്ഗ്രഥനം. നാനാത്വത്തിൽ ഏകത്വം പ്രോത്സാഹിപ്പിക്കുന്ന ആഘോഷങ്ങൾ ഇന്ത്യയുടെ ദേശീയോദ്ഗ്രഥനത്തിന് പ്രചോദനമാകുന്നു. അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ഉൾച്ചേർക്കുന്നതും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും തുല്യ പങ്കാളിത്തവും പ്രാതിനിധ്യവും ഉറപ്പു നൽകുന്നതുമായ ഒരു ജനാധിപത്യ ക്രമമാണ് ഇന്ത്യയുടേത്. ഇന്ത്യയിലുടനീളം ഒരുമിച്ച് ആഘോഷിക്കുന്ന വിവിധ ഉത്സവങ്ങളും ആഘോഷ പരിപാടികളുമെല്ലാം സമൂഹത്തിൽ സഹവർത്തിത്വവും സഹിഷ്ണുതയും ഉറപ്പുവരുത്തുന്നു. അതോടൊപ്പം ഭാഷാ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന നിയമവ്യവസ്ഥയും പ്രകടമായ മതനിരപേക്ഷതയും സമത്വം പോലുള്ള ഭരണഘടനാ മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ദേശീയോദ്ഗ്രഥന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നാനാത്വത്തിൽ ഏകത്വം വളർത്തുന്നു, സാമൂഹിക ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നു, ദേശീയ സ്വത്വം വികസിപ്പിക്കുന്നു, സാമൂഹിക വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ജനാധിപത്യ ഭരണക്രമത്തെ ശക്തിപ്പെടുത്തുന്നു, ബഹുസ്വരത നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ സഹായിക്കുന്നു. നാനാത്വത്തിൽ ഏകത്വം വളർത്തുന്നു, സാമൂഹിക ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നു, ദേശീയ സ്വത്വം വികസിപ്പിക്കുന്നു, സാമൂഹിക വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ജനാധിപത്യ ഭരണക്രമത്തെ ശക്തിപ്പെടുത്തുന്നു, ബഹുസ്വരത നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ സഹായിക്കുന്നു. ഇത്രയാണ് ചാപ്റ്റർ. താങ്ക് യു.